യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ കർത്താവ് നിങ്ങളുടെ കൈ പിടിച്ച് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം തിരുവചനം. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ദൈവമായ കർത്താവിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു സ്വഭാവമാണ് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടത്. നമ്മുടെ പ്രിയ പിതാവായ സ്നേഹനിധിയായ കർത്താവ് ഒരിക്കലും നമ്മളെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യത്തില്ല. അത് ചെയ്യുവാൻ മനസ്സുള്ളവനല്ല ദൈവം. അത്രയ്ക്ക് കഠിന ഹൃദയനല്ല ദൈവം. അവിടുന്ന് സ്നേഹനിധിയായ ഒരു പിതാവാണ്. നമ്മളെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവത്തിനെതിരായി നിൽക്കുന്ന തിന്മയാണെന്ന് മനസ്സിലാക്കുക. ദൈവത്തോട് പരിഭവിക്കുവാനും ദൈവത്തെ കുറ്റം പറയുവാനും നമ്മുടെ നാവുകൊണ്ട് തന്നെ നമുക്ക് നാശം വിതയ്ക്കുവാനും പിശാച് അല്ലെങ്കിൽ തിന്മ കരുതിക്കൂട്ടി ഇറങ്ങുമ്പോഴാണ് നമുക്ക് പീഡകളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. അതൊരു കെണിയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു കെണി ഉണ്ടാകുമ്പോൾ ദൈവത്തോട് മല്ലിടാൻ പോകുന്നതിന് പകരം ആ ദൈവസന്നിധിയിൽ ആശ്രയത്തിനായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുക. കർത്താവേ, നീയല്ലാതെ എന്നെ സഹായിക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുന്നിൽ പറയുക. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ സാധിക്കണം, ഞാൻ അങ്ങയുടെ ഒരു ദാസനാണ്, ദാസിയാണെന്ന്. അങ്ങനെ നമ്മളെ തന്നെ എളിമപ്പെടുത്തുക. ഇന്നത്തെ ദിവസം നമ്മളെ എളിമപ്പെടുത്തുന്ന ഒരു ദിവസമാക്കി നമുക്ക് മാറ്റാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി, യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ലഭിച്ച് അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എൻ്റെ രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായ ഈ ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ഏകദൈവമായ യേശുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.